അടുത്ത പെരുമ്പാമ്പൂൺ. ആഹാ തല നമുക്ക് ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ. ദേ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ പിടിക്കാൻ തുടങ്ങാം. പഴയ പോലെ നമ്മുടെ പുഴയിൽ മീനില്ല കേട്ടോ. മീനുണ്ട്, പക്ഷേ ഈ വെള്ളം തീർത്ത് മോശമായതുകൊണ്ട് തന്നെ മീൻ കുറവാണ്. ഇതുണ്ട് വെള്ളത്തിനൊരു എന്താ പറയുക, ഒരു ഉപ്പുരസം കൂടിപ്പോയി. ഓര് കയറി കേട്ടോ. എന്താ വെച്ചാൽ തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടർ തുറന്നുകൊണ്ട് നമ്മുടെ പുഴയിട്ട് ശരിക്കും ഉപ്പിൻ്റെ അംശം കയറിയാണ്ട് കണ്ടോ, വെള്ളത്തിൻ്റെ ആ തെളിവൊക്കെ മാറി ഒരു ചെറിയൊരു കലകലുണ്ടോ. അത് ഉപ്പ് കൂടിയതുകൊണ്ടാണ് കേട്ടോ. അതായത് ഓരോ മുട്ട് തുറന്നുകൊണ്ട് അതിൻ്റെ ഉപ്പ് ഒരുപാടായിപ്പോയി. അതുകൊണ്ട് മീൻ കുറവാണ്. ഇതുണ്ട് ഒരു ഉടക്ക് വലയിൽ ഒരു നീർക്കോലി ചത്ത് കിടക്കുന്ന കേട്ടോ. ഇതുണ്ട് നമുക്ക് അവൻ ജീവനുണ്ടായിരുന്നു, നമുക്ക് അവനെ രക്ഷപ്പെടുത്താമായിരുന്നു, പക്ഷേ അത് ചത്തുപോയി കേട്ടോ. ഇതുണ്ടോ, ആ മീനിന് ജീവനുണ്ട്, പക്ഷേ നീർക്കോലി അതുകൊണ്ടോ ചത്തുപോയി. ഇല്ലെങ്കിൽ നമുക്കവനെ രക്ഷിക്കാമായിരുന്നു. ഇതുണ്ടോ ചത്തുപോയി അവൻ. ഇത് കണ്ടോ, അയ്യോ അവൻ്റെ തല അതിനകത്ത് കയറിയിട്ട്, ഉടക്ക് വലയിൽ തല കയറിയിട്ട് അവൻ ചത്തുപോയി. ഇല്ലെങ്കിൽ നമുക്കവനെ രക്ഷിക്കാമായിരുന്നു കേട്ടോ. അത് എന്ത് ചെയ്യാൻ പറ്റും, ഉടക്കുവലയിൽ അധികം നേരമായിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ അവന് ഒരു കളർ വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇത് തന്നെ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ മീൻപിടുത്തത്തിൽ ഉടക്കുവലയിൽ ഇതുപോലെയുള്ള യാതൊരു പ്രയോജനമില്ലാത്ത ഒരുപാട് പാമ്പ് വർഗ്ഗങ്ങളും മറ്റുള്ള ജീവികളൊക്കെ ചത്തുപോകും കേട്ടോ. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഒരു അടിപൊളി ചേർമീൻ കണ്ടോ. ആഹാ കുത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല മുഴുത്തൊരു ചേർമീനാണ്. നമ്മുടെ ഈ വരാൽ വർഗ്ഗത്തിൽ തന്നെ 3 വിഭാഗം വരാലുണ്ട് കേട്ടോ. നോർമലിൽ നാടൻ വരാൽ, പിന്നെ ചേർമീൻ, പിന്നെ വാഹ വരാൽ കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഈ വാഗവരാൽ അല്ല ഈ ചേർമീൻ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 5-5.5 കിലോ വരെയൊക്കെ നോർമലി ഒരു വളർച്ച എത്തുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒരു 7-8 വർഷം മുമ്പ് എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരു 5-200 വരെ ഉള്ളത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വലുതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ ദിവസമല്ല, കഴിഞ്ഞ ഒരു 1-2 മാസത്തിന് മുമ്പ് ഏകദേശം ഒരു 3-3.5 കിലോ ഉള്ള ഒരു ചെറുമീനെ കിട്ടിയായിരുന്നു. ബാക്കിയൊക്കെ ഇതുപോലെയുള്ളതൊക്കെ കേട്ടോ ഏകദേശം ഉള്ളത്. ചേറുമീൻ എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താ അറിയോ, ഇത് കൂടുതലും ചേറുകനം ഉള്ളിടത്താട്ടോ ഈ മീൻ കൂടുതലും കാണാറുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ചേറുമീൻ എന്ന് പറയാൻ കാരണം. പിന്നെ ഇതിൻ്റെ മീറ്റിന് ചെറിയൊരു ചേറിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതിന് ചേറുമീൻ എന്ന് പറയാൻ കാരണം. പിന്നെ വരാൽ വർഗ്ഗത്തിൽപ്പെട്ട തന്നെ എന്താ പറയുക 3 തരം മീനുണ്ടല്ലോ, അതിൽ തന്നെ ഏകദേശം ഒരു വലിപ്പം വെക്കുന്ന മീനാണ് കേട്ടോ ഇത് ചെറുമീൻ എന്ന് പറയാം. പിന്നെ ഇതിന് ഇംഗ്ലീഷിൽ സ്നേക്ക് ഹെഡ് എന്നാണ് പറയുന്നത്. സ്നേക്ക് ഹെഡ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ് കണ്ടോ, ഈ കാണുന്നത് ഏകദേശം സ്നേക്കിൻ്റെ ഹെഡുമായിട്ട് മാച്ച് ചെയ്യും കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ആ ചെതമ്പല കാണുമ്പോൾ ഏകദേശം നമുക്ക് സ്നേക്കിൻ്റെ ഹെഡുമായിട്ട് ഏകദേശം ഒരു സാമ്യം വരും. കൃത്യതയല്ല, ഏകദേശം സാമ്യം വരും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സ്നേക്ക് ഹെഡ് എന്ന് പറയാനുള്ള കാരണം. എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചായിരുന്നു ഈ ചെറുമീനും വാഹയും സെപ്പറേറ്റ് ആയിട്ടൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് ചെറുതായിട്ടൊരു വിവരണം തന്നത്. ഒരു എലി ഇരിക്കാണ്ട്, ഇവനെ നമ്മൾ സ്ഥിരം വരുമ്പോൾ കാണുന്ന കേട്ടോ. ഈ എണ്ണപ്പന തിന്നാൻ വേണ്ടി വന്ന് ഇങ്ങനെ ഇരിക്കുന്നതാണ്. എപ്പോൾ വന്നാലും ഇവനെങ്കിൽ കാണും കേട്ടോ. ഈ ഇരിപ്പ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവൻ ഇവിടുത്തെ സ്ഥിരം ആളാന്ന് തോന്നുന്നു. എണ്ണപ്പന കേട്ടോ, നമ്മുടെ പാമ്പൂരുണ്ടാക്കുന്ന എണ്ണപ്പന നിൽക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഒരു കരിമീൻ നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഈ ചവറിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളത് മാറ്റി വരുമ്പോൾ അവൻ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ടോ, വാല് കണ്ടോ. അപ്പോൾ ഈ കമ്പൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് വളരെ പാടാണ് കോരിയെടുക്കൽ. എങ്കിലും നമുക്ക് ശ്രമിക്കാം. നോക്കട്ടെ, അവന് ഓടിയില്ലെങ്കിൽ നമുക്ക് അവനെ പിടിക്കാം. ഇതുണ്ട്, നമ്മൾ ഒരു ഇത് മാറ്റി വരുമ്പോൾ ഒരു പ്രശ്നങ്ങൾ വരും. വല ഉടക്കിയതിൻ്റെ ഇതുണ്ട്, അതിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ടോ. നല്ല മുഴുത്ത കരിമീനാണ്. അതിന് ഓടാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ ഉണ്ടോ, വലക്കാത്ത് കയറിയിട്ടുണ്ട്. ഉണ്ടോ, നല്ല മുഴുത്ത കരിമീനാണ് കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട്, ഈ മാവിലെല്ലാം മാങ്ങ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം മാങ്ങ നല്ല താമസമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുണ്ടോ, എല്ലാത്തിലും മാങ്ങ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1-1.5-2 ആഴ്ച ആകുമ്പോൾ എല്ലാം പഴുക്കും തോന്നും. അപ്പോൾ നമുക്ക് നൈറ്റ് കഴിക്കാനുള്ള ആഹാരമൊക്കെയാണ് ഈ കാണുന്നത്. 2 ആഴ്ച കൂടി കഴിയുമ്പോൾ ഇനി കരിക്കും പഴമാങ്ങയൊക്കെ ആയിരിക്കും നമ്മുടെ ആഹാരം. ഇതാണ് തുന്നൽക്കാരൻ പക്ഷി എന്നറിയപ്പെടുന്നത്. കോമൺ ടെയിലർ ബേർഡ് എന്നറിയപ്പെടുന്നത്. ഇത് തുന്നൽക്കാരൻ പക്ഷി എന്നറിയപ്പെടാൻ കാരണം എന്താ പറയുക, ഇത് ഈ കാണുന്ന ഇലകൾ കണ്ടോ, ഇതിൻ്റെ ചുറ്റും നിൽക്കുന്ന ഇലകൾ, ഈ ഇലകൾ തുന്നി, അതായത് ഇലകളും കുറച്ച് നാരുകളൊക്കെ എടുത്ത് തുന്നി ഒരു കൂടുണ്ടാക്കും. അതുകൊണ്ടാണ് ഇതിനെ തുന്നൽക്കാരൻ പക്ഷി എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് കോമൺ ടെയിലർ ബേർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചെറിയൊരു കുരുവി ഇനത്തിൽപ്പെട്ട തന്നെ ഒരു ഇതാണ് കേട്ടോ. കോമൺ ആയിട്ട് തന്നെ നമ്മൾ ഈ നാട്ടുകളിൽ എല്ലായിടത്തും കാണുന്ന ഒരേ ഒരു ബേർഡാണ് ഈ സാധനം.
കൂടുതലും മൗണ്ടൻ ഏരിയയിലും അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കണ്ടൽക്കാടുകളും ചതുപ്പുകളിലൊക്കെ കാണുന്ന ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു ബേഡാണ് ഈ കാണുന്നത്. ഒരു ആറ്റുചെമ്പിൽ നിൽപ്പുണ്ട്. അതിനകത്ത് കുത്തിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, കമ്പിയിലുണ്ട്. ഒരു എട്ടുകാലി ഇരിക്കുന്നുണ്ട്. അവൻ്റെ മൊത്തം ഇവിടെ കൂട് കൂട്ടി ഇങ്ങനെ ഇരിക്കുക. ഏതെങ്കിലുമൊക്കെ ഒരു പ്രാണി വന്ന് അവൻ്റെ വലയിൽ വീഴും. അതുവരെ ഇങ്ങനെ നോക്കിയിരിക്കും പുള്ളി. നല്ല ചൂടാട്ടോ, നല്ല ചൂടായ കാരണം ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവന് ഒരെണ്ണത്തിന് ഇങ്ങനെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടായ കാരണം കേട്ടോ, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. നല്ല ചൂടായ കാരണം ഒന്ന് ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കരിക്കിട്ടിട്ടുണ്ട്. ഒരു ആറ്റുചെമ്പിലാണ് നിൽക്കുന്നത്. കുത്തുകൊണ്ടിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. നല്ല അടിപൊളി സാധനമാണ്. നല്ല മുഴുത്തൊരു ആറ്റുചെമ്പലി. ഈ കരിമീൻ വർഗ്ഗത്തിൽ തന്നെ പെട്ടതാട്ടോ ഈ ആറ്റുചെമ്പലി. എനിക്ക് തോന്നുന്നു കരിമീനേക്കാളും വളരെ ടേസ്റ്റുള്ള മീൻ ഒരു ആറ്റുചെമ്പലിയാന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഓരോ നാട്ടുകളിലും ഇതിന് ഓരോരോ പേരുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ, അതായത് എൻ്റെ നാട്ടിൽ കോട്ടയത്ത് വൈക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിന് ആറ്റുചെമ്പലി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്നാ പേരാ പറഞ്ഞതെന്ന് പറയണേ. പേരെന്താണെങ്കിലും മീനിൻ്റെ ടേസ്റ്റ് അത് അപാരം തന്നെ കേട്ടോ. അവിടെ ഒരു പുല്ല് നിൽപ്പുണ്ട്. കുത്തു കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വലുതൊന്നുമില്ല, ഒരുവിധം പൊങ്ങി വരുന്നുണ്ടോ. പുല്ലൻ, അതായത് ഇത് കാർപ്പ് വർഗ്ഗത്തിൽപ്പെട്ടതാണ് കേട്ടോ. പുല്ലൻ കാർപ്പ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു മീനാണ് പുല്ലൻ എന്ന് പറയുന്ന മീൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ നാടുകളിലും ഓരോരോ പേരുകളാണ് ഇനി പറയണത്. ചില സ്ഥലങ്ങളിൽ തൂളി മീൻ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ നാട്ടിൽ പുല്ലൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ മീനുകൾ, അതായത് ഞാൻ പിടിക്കുന്ന ഓരോ മീനുകളുടെയും പേര് എന്താണെന്നൊക്കെ നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് പറയുവാണെങ്കിൽ ഉണ്ടല്ലോ, ഞാനത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ജില്ല കൂടി ഒന്ന് പറയണം. ഈ നിങ്ങളുടെ ജില്ലയിൽ ഈ മീൻ, ഓരോ കാണുന്ന മീനിനൊക്കെ എന്താണ് പേര് പറയുന്നതെന്ന് പറയുവാണെങ്കിൽ അപ്പോൾ ഞാൻ ജില്ല സഹിതം പറയാം. കാരണം അറിയാൻ മേലത്ത് ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഓരോ നാടുകളിൽ എന്താ പേരറിയുന്നതെന്ന് രസമുള്ള പേരുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുല്ലെന്ന് പറയും. ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്താൽ ശരിയല്ല. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ചൂടായ കാരണം ഞാൻ ഷർട്ട് പോലും ഇടാണ്ടാണ് തോന്നുന്നത്. ടീഷർട്ട് പോലും ഇടാണ്ടെങ്കിൽ പോകുന്ന കാരണേ ഇപ്പോൾ നല്ല ഒരു മഴക്കാറുണ്ട്, കാറ്റുമുണ്ട്, ചെറുതായിട്ട് മഴ ചാറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ ഇവിടെ നിന്ന് തുഴഞ്ഞാലേ വീട്ടിൽ ചെല്ലുള്ളൂ. ഒരു അരമണിക്കൂർ മേലുണ്ട് കേട്ടോ നമ്മൾ വീട് വരെ ചെല്ലാൻ. അപ്പോൾ നമുക്ക് എന്തോരം വിട്ടു പോകാം. ഇതിനിടയിൽ ഒരു കരിമീൻ നിൽപ്പുണ്ട് കേട്ടോ. പക്ഷെ അത് ആ കമ്പിൻ്റെ ഇടയിലായിരുന്നേ. ഓരൽ പാടാണ്, എങ്കിലും നമുക്ക് ശ്രമിക്കാം പിടിക്കാൻ. ഓയ്യോയ്യോ പരക്കാത്തുണ്ടേ. ആ പോന്നു എന്നുവെച്ചാൽ ആ കുറ്റിയുടെ ഇടയില്ലേ ഇവിടെ ഒരു കമ്പ് കിടപ്പുണ്ട്. അതിൻ്റെ അടിയിലോട്ട് പോയാറിനെ അവന് പാടായിരുന്നു കോരാൻ. എങ്കിലും കോരി എടുത്തിട്ടുണ്ട് അവനെ. ഇതുണ്ടതേ നമുക്ക് ഇപ്പം കിട്ടിയതായി മീൻ. ഇപ്പോൾ എന്നുവെച്ചാൽ മഴ പെയ്ത കാരണം നമ്മൾ നിർത്തിയാണ്. ഒരുവിധം മീൻ കിട്ടി വന്നായിരുന്നു, പക്ഷേ മഴ പെയ്ത കാരണം നമ്മൾ നിർത്തി കേട്ടോ. പിന്നെ നമ്മുടെ ചേറുമീൻ. അപ്പോൾ നമുക്ക് ഇത്ര കിട്ടിയത് കാരണം മഴ പെയ്തു വന്ന കാരണം നിർത്തുക. അല്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഒരുവിധം പിടിക്കാമായിരുന്നു. ഒരുവിധം മീൻ കണ്ടു തുടങ്ങിയതായിരുന്നു. പക്ഷേ ചാടി പോവല്ലേ ഇവിടെ കിടക്ക്. അപ്പോൾ നമ്മൾ പരിപാടി നിർത്തി കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കുവാണേ. അടിപൊളി ഒരു സീൻ. ഇത് കണ്ട ഒരു പെരുമ്പാമ്പ്. അടിപൊളി സാധനം കേട്ടോ. നമ്മൾ ഈ തോട്ടിൽ കയറി വന്നപ്പോൾ കണ്ടത് ആശാൻ. ആഹാ കിടിലൻ സാധനം കേട്ടോ. അവൻ നമ്മളെ കണ്ട് ഇവിടെ പമ്മിയിരിക്കും കേട്ടോ. നോക്കട്ടെ അവൻ അനങ്ങുമോ നോക്കട്ടെ. ഇത് കണ്ട അനങ്ങാതിരിക്കും കേട്ടോ. എൻ്റെ പൊന്നത് ഇത് കണ്ടത് അടുത്ത് പറഞ്ഞ കേട്ടോ. വന്ന് വള്ളത്തിൻ്റെ പറ്റ ഒന്ന് പൊങ്ങി നോക്കിയതാണ്. ഞാൻ മറ്റവനെ നോക്കി നിന്നപ്പോഴാണ് പോയി കേട്ടോ. മറ്റവൻ കിടക്കണം കേട്ടോ. അവൻ്റെ കൂട്ടുകാരാൻ തോന്നുന്നു. മറ്റവൻ അനങ്ങാതെ കിടക്കണം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ആരംഭിച്ചിരിക്കും കേട്ടോ. സോറി, സെക്കൻഡ് ഡേ അല്ല, സെക്കൻഡ് നൈറ്റ് കേട്ടോ. ഈ കിളിയുടെ പേരറിയോ? ഇതാണ് ഓറിയൻ്റൽ മാക്ബൈ റോബിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ പറയുന്നത് മണ്ണാത്തിപ്പുള്ളെന്ന് പറയും കേട്ടോ. അത് നോർമലി നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും ചെറിയ ചെറിയ ടൗണുകളിലും അല്ലെങ്കിൽ ചെറിയ വനപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കാണുന്നൊരു ബേഡാണ് കേട്ടോ ഈ കാണുന്നത്, മണ്ണാത്തിപ്പുള്ളി. അതായത് ഓറിയൻ്റൽ മാക്ബൈ റോബിൻ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര്. ഇതിൻ്റെ അകത്ത് ഒരു ചേറുമീൻ കിടപ്പുണ്ട്. ഒരുപാട് വലുതൊന്നുമില്ല, എങ്കിലും നമുക്ക് ശ്രമിച്ച് നോക്കാം. ഈ കിടക്കുന്നതാണ്. അവൻ്റെ തല കാണാം. കുത്തി നോക്കട്ടെ. കുത്തു കൊണ്ടിട്ടുണ്ട് കേട്ടോ. തലക്കെട്ടാ കുത്തിയത്. തല മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആ കാടാണ്. ഈ കാടല്ല, ഈ കമ്പും കോലക്കാരനെ കൃത്യമായിട്ട് അവനൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു.
കുത്തിയിട്ടുണ്ട്, തലക്കിട്ടാവുണ്ട്. നോക്കട്ടെ, പിടച്ചാൽ ചിലപ്പോൾ പോകുമായിരിക്കും, കമ്പും കോലിൻ്റെ ഇടയിലല്ലേ. ഓ, അങ്ങനെ പോകത്തില്ലെന്ന് തോന്നുന്നു. അടിച്ചടി അവൻ്റെ ഉച്ചനിറുകല ഉണ്ടാക്കണം. അല്ല, ചെറുതാണ്, ഇത്ര വലുതൊന്നും അല്ല കേട്ടോ. എന്നാലും നമുക്ക് അവനെ എടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ ഇന്നത്തെ ഇറങ്ങിയിട്ട് ഫസ്റ്റത്തെ മീൻ ഒരു ചേറുമീൻ. ഇതുപോലത്തെ കാടുകളിനകത്ത് കയറി തപ്പി ഇറങ്ങി നടന്നാലേ എന്തെങ്കിലുമൊക്കെ മീനുകൾ കിട്ടുള്ളൂ. മീൻ കിട്ടും, കാടിനകത്ത് കയറി. അയ്യോ, കമ്പൊടിഞ്ഞ് ഇപ്പോൾ വെള്ളത്തിൽ വീണ. മീനുകളെ പിടിക്കൽ ഇങ്ങനെയൊക്കെയാണ്, റിസ്ക് പിടിച്ചുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ടേ പിടിക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു മീൻ വരാലുണ്ടായിരുന്നു, നാടൻ വരാലായിരുന്നു കേട്ടോ, വലിയ വരാലൊന്നുമില്ല. അതിറങ്ങി ഓടിപ്പോയി, കുത്താൻ പറ്റിയില്ല. ഒരു ആറ്റുചെമ്പൽ കയറി ഇപ്പോൾ ഉണ്ട്, അതിൻ്റെ ഇടയില കമ്പിൻ്റെ ഇടയിൽ കുത്ത് കൊണ്ടിട്ടുണ്ട്. ചിലപ്പോൾ പോകും, എന്നാ വെച്ചാലേ കുറ്റിയുടെ ഇടയിലാറും പോയില്ല. ഭാഗ്യത്തിന് അവനെ കിട്ടിയിട്ടുണ്ട്. ആറ്റുചെമ്പല്ലി നല്ല ടേസ്റ്റുള്ള മീനാട്ടോ. കാടിനകത്ത് കയറിയപ്പോൾ ഒരു ചേർമീൻ കിടക്കുന്നുണ്ട്, ഒരു കുത്ത് കൊടുത്തിട്ടുണ്ട്. കമ്പിയിലുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല കേട്ടോ. വാലിഭാഗം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഒരു കുത്തം കൊടുത്തിട്ടുണ്ട്. പോയോ? ഇല്ല, കമ്പിയിലുണ്ട്. ഓഹോ, പിടക്കരുതേ, പോകരുതേ. ഇതുണ്ട്, ആ കമ്പിൻ്റെ ഇടയിലുണ്ട്. പിന്നെ ആ ചവറും കൂടി ഉള്ളതുകൊണ്ട് പോയോ. നമുക്കിപ്പോൾ കിട്ടിയ അത്രയും തന്നെയുണ്ട് കേട്ടോ. ഇതുണ്ട, അവനെ പൊക്കിയെടുക്കട്ടെ. ആഹാ, ഉണ്ടോ, നമുക്കിപ്പോൾ കിട്ടിയ ഏകദേശം കിട്ടിയ അത്രയും തന്നെയുണ്ട് കേട്ടോ. പിടക്കായിരുന്നു ചായി. ഇത് ഞാൻ പറയില്ല, ഇതുപോലെയുള്ള കാടുകളിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചേറുമീൻ വരാൽ ഐറ്റംസൊക്കെ ആയിട്ട് കാണും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ കഷ്ടപ്പെട്ടാൽ മീൻ കിട്ടും. കാടിൻ്റെ അകത്ത് കയറണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഏത് തന്നെയാണെങ്കിലും ആ തൊഴിലോട് ഒരു ആത്മാർത്ഥത ഉണ്ടായതുകൊണ്ടല്ലോ നമുക്ക് എപ്പോഴും വിജയിക്കാൻ കിട്ടും. എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ ആ തൊഴിലിനെ ഇഷ്ടപ്പെട്ടാൽ ഈ തൊഴിൽ നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് കാലം നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നമ്മൾ ആത്മാർത്ഥത കാണിച്ചാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തൊഴിലാട്ടോ ഈ മീൻപിടുത്തവും മറ്റുള്ള പണിയൊക്കെ. എൻ്റെ കൂട്ടത്തിലുള്ളവരും പലവരും എന്നെ കൂലിപ്പണിക്കാരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും നമ്മളതൊന്നും കാര്യമാക്കാറില്ല. കാരണം ഏത് തൊഴിൽ ചെയ്താലും നമുക്ക് എന്താ പറയുക, നമുക്ക് ന്യായമായ തുക കിട്ടുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാം സന്തോഷത്തോടെ നടപ്പുണ്ട്. കാരണം നമുക്കൊരു ജീവിതമില്ല, ആ ജീവിതത്തിൽ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക. എനിക്കിഷ്ടപ്പെട്ട തൊഴിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നു, ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. ഒരുവിധത്തിൽ ഞാൻ വിജയിച്ച് പോകുന്നുണ്ട് കേട്ടോ. എനിക്കിതുവരെ പരാജയം വന്നിട്ടില്ല. ഞാൻ മീൻ പിടിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട തൊഴിൽ ഞാൻ ചെയ്ത് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. ആ പാലിൻ്റെ അകത്തൊരു കരിമീൻ നിൽപ്പുണ്ട്, പക്ഷേ അതിൻ്റെ അകത്തോട്ട് കയറിപ്പോയി. അതെന്നാ ഓടിപ്പോയി. ആറ്റുചെമ്പിലാണ്. അവിടെ ഇപ്പുണ്ട് കരിമീൻ കേട്ടോ. അതിന് ഇടയിൽ നിൽക്കണ്ട, മുഴുത്താണ്. അന്നേരം വല കയറി ഉടക്കി. പോവും ഇല്ല നിൽക്കുന്നുണ്ടോ അതിൻ്റെ. പക്ഷെ നമ്മൾ വെള്ളം എടുക്കത്തില്ല കേട്ടോ. എന്നാ വെച്ചാലേ ഈ കമ്പില്ല നിൽക്കണ്ട. നോക്കട്ടെ, അവൻ അവിടെ തന്നെ അനങ്ങാണ്ട് നിൽപ്പുണ്ട്, പോയിട്ടില്ല. പക്ഷേ ഈ കുറ്റി ഉള്ളതുകൊണ്ട് കയറി ചെല്ലാൻ പറ്റുന്നില്ല കേട്ടോ. പണി കൊടുത്ത് നോക്കാം. കയറിക്കുക വലയിലോട്ട്, ചാടിക്കയറി കയറി പോരുത്. പുറകോട്ട് പോലെ മുന്നോട്ട് തന്നെ പോകാം. ചാടി വലയിൽ കയറിയിട്ടുണ്ട്. അവനെടുത്ത് വള്ളത്തിടാവേ. ഒരു പുല്ലനെ അങ്ങ് ഓടിപ്പോയ വഴി ഒരു കുത്തു കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, അവൻ്റെ സൈസ് ഒന്ന് നോക്കണേ. ആ പുല്ലൻ്റെ നല്ല ഹെവി സൈസാണ്. ഇടച്ച് പോകാതിരുന്നാൽ മതി. നമ്മൾ സൈസ് കാണിച്ചെടുക്കും. ആഹാ, പുല്ലൻ. പല സ്ഥലങ്ങളിൽ തൂളിമീൻ എന്നറിയപ്പെടുന്ന പുല്ലൻ കാർപ്പവർഗത്തിൽ തന്നെ പെട്ട ഒരു ഫിഷാണ്. അപ്പോൾ അവനെ എടുത്ത് വളർത്തിയിട്ടാക്കാം. ഒരു ചെറിയ പുല്ലൻ നിപ്പുണ്ട്, കൊണ്ടും തോന്നണം. നോക്കാം. കൊണ്ട് കമ്പിയിലുണ്ട്. പോലെ വെറുതെ കുത്തു കൊണ്ടിട്ട് പോയിട്ടെന്നാ കാര്യമായിരിക്കണം. അപ്പോൾ കുഴപ്പമില്ല. അടുത്ത പുല്ലൻ. ഇനിയിപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കേണ്ട സമയം. ഒരുതരം ബണ്ണാണ് ഇത് കാണുന്നത് കേട്ടോ. തേങ്ങാപ്പീരയൊക്കെ വെച്ചൊരു ബണ്ണാണ്. അപ്പോൾ നമുക്കിതൊക്കെ മതി തൽക്കാലത്തേക്ക്. ഇപ്പോൾ സമയം 10 മണിയായി. അപ്പോൾ നമുക്ക് കഴിക്കേണ്ട സമയമായി. ഇല്ലെങ്കിൽ വിശന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായാലും മീൻ പിടിക്കാനൊക്കെ. മറ്റേ നമുക്ക് കരിക്കൊക്കെ ഇട്ട് കുടിക്കാതെ. ഞാനിങ്ങോട്ട് കുറച്ച് ദൂരത്തോട്ട് പോകും. ഇവിടെ കരിക്കൊന്നും ഇല്ലാതല്ല, വലിയ തെങ്ങ കയറാൻ വലിയ പാടാണ്. കാരണം നമുക്കിതൊക്കെ ഒന്ന് കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത പരിപാടി വാങ്ങാം. ഒരു മഞ്ഞക്കൂരിനെ കുത്തിയിട്ടുണ്ടോ? അത് കമ്പിൻ്റെ ഇടയിലാണ്. പോയില്ലെങ്കിൽ നമുക്ക് എടുക്കാവനെ.
എൻ്റെ പൊന്നെ ഇത് കണ്ട മഞ്ഞക്കൂരി എൻ്റെ തലക്ക കുത്തിങ്ങെടുത്ത് നാടൻ മലയാളി പോയി. ഇവിടെ ഒരു കരിമീൻ നിൽപ്പുണ്ട്. പോയില്ലെങ്കിൽ അവനിങ്ങനെ കോരിയെടുക്കാം. അവർ നമ്മളത് കരിമീൻ അവനിങ്ങോട്ട് വലയിലിട്ട് പോകുന്നേ. ഒരു വെറൈറ്റി ഒരു ഈച്ചയിരിക്കാനുണ്ട്. ഇതെന്നാ സംഭവം എന്നറിയാൻ പറ്റില്ല. നല്ല രസമുണ്ട് കാണാൻ. മറ്റേ ആ പ്രാണിനെ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ കമ്പിയിൽ ഒരു മുഴുത്തൊരു പുല്ലിനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ആ വെള്ളം അങ്ങ് പോയ പോക്കിനായ അറിയാം ഒരു കുത്തം കൊടുത്തു. കമ്പിയിലുണ്ട്, പക്ഷെ പോകാതിരുന്നാൽ മതി. നല്ല മുഴുത്താണ്, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പോയ പോക്കിനൊരു കുത്തു കൊടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ കിട്ടിയ അതേപോലെ സാധനം തോന്നും. ഓ തകർന്ന് കളിക്കണ്ടോ, പോകരുത്. ഓയ്യോ പോയിട്ടില്ല വേണ്ട. നല്ല കിടിലൻ സാധനമല്ലേ. ആഹാ അടിപൊളി പുല്ല്, അടിപൊളി സാധനം. ഒരു ചെറുമീനെ കൂടി കുത്തിയിട്ടുണ്ട്, അതും ഓടിപ്പോവായിരുന്നു. അതുകൊണ്ട് ഒറ്റ കുത്തങ്ങ് വെച്ച് കൊടുത്തു. പോയോ? ആ ഇല്ല, കമ്പിയിലുണ്ട്. ഉണ്ടോ? ഇടച്ച് പോകാതിരുന്നാൽ മതി. ഉണ്ട് ഇപ്പം ഇതേ മോഡലാണ് എല്ലാം കിട്ടുന്നത്. കണ്ടോ? എല്ലാവരും 1.5 2 കിലോ ഉള്ളതൊക്കെ 1 കിലോ 1.5 കിലോ 2 കിലോ ഒക്കെയാണ് വലിപ്പം വരുന്നത്. പോകരുത്. പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയത്. അതെ വേറെ ആൾക്കാരുണ്ട് വള്ളത്തെ, എല്ലാവരും കൊടുത്ത് ഒരുമിച്ചിടാവേ. ഒരുമിച്ച് എല്ലാവരും വള്ളത്തിൽ കിടന്നു. ഈ തോട്ടിൽ എപ്പോൾ കയറിയാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടണതാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് വിരിച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ മേല. എന്താ നിൽക്കുന്നുണ്ടോ? അടിപൊളി. കൊണ്ടിട്ടുണ്ട്, കിടക്കുന്നുണ്ട്. ഉരിപ്പോൾ വരുന്ന വെച്ചാൽ നല്ല മുഴുത്ത കുറുവ കേട്ടോ. ഇതുണ്ട് ഈ കുറുവയുടെ ഒക്കെ വലിപ്പം കണ്ട. അടിപൊളി കുറുവയാണ് കയറിക്കുന്നത്. ഇവനെയൊക്കെ ആയിട്ട് വറുത്ത് അടിപൊളിയായിരിക്കും. വറുത്ത് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. നല്ല മുരാന്ന് പറഞ്ഞ് വറുത്തെടുക്കണം. ആഹാ ഇവിടെ ഒരു പുല്ലൻ നിപ്പുണ്ട്. കുത്തുകൊണ്ടിട്ടുണ്ട്. പോരട്ടെ. കുഴപ്പമില്ല, ഒരുവിധം മുഴുത്ത. ഒരു കരിമീൻ കുഞ്ഞ് നിൽക്കണ്ട. കൈ കൊണ്ട് നോക്കട്ടെ കിട്ടുമെന്ന്. ചാടും, ഇപ്പോൾ ഒറ്റ ചാടും. ചാടി വേണ്ട പോണ പോയി. എനിക്കറിയാം, ഞാൻ പറയില്ല, ഈ തോട്ടിൽ കയറിയ വെറും കൈയോടെ മടങ്ങണ്ടി ഇന്നേ വരെ വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് മീൻ നമുക്ക് കിട്ടിയിരിക്കും. ഇന്ന് കിട്ടിയതാണ് ഈ കാണുന്നത്. വന്ന് മീനൊക്കെ തീർത്തും കുറഞ്ഞു തുടങ്ങി. എന്നാലും എന്താ ഇന്നത്തെ ദിവസം കുഴപ്പമില്ലായിരുന്നു. ആഹാ ഈ 2 പുല്ലും നല്ല അടിപൊളി പുല്ലനാട്ടോ. പിന്നെ നമ്മുടെ ചെറുമീൻ 3 ചെറുമീൻ കിട്ടിയിട്ടുണ്ട്. 3 ഒരേ സൈസ് സാധനം തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നിർത്തി. അങ്ങനെ വീണ്ടും നമ്മളത് അംഗം തുടങ്ങുവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കരക്ക് വഴി കയറി ഒന്ന് തപ്പാം. എന്നാ വെച്ചാൽ വള്ളത്തേൽ ഈ സൈഡിലോട്ടൊന്നും വള്ളം അടിക്കത്തില്ല. ഇതുണ്ട് ഈ സൈഡിൽ മൊത്തം കൈതയും കാടൊക്കെ ആയതുകൊണ്ടേ ഈ സൈഡിലോട്ടൊന്നും വള്ളം എടുക്കത്തില്ല. അപ്പോൾ നമുക്ക് കരക്ക് വഴി കയറി നോക്കാം. റിസ്ക്കാണ്, കാരണം താഴത്ത് നല്ലപോലെ നോക്കിപ്പോയില്ലെങ്കിലേ ഇപ്പോൾ ഇഷ്ടം പോലെ പാമ്പുകളുണ്ട്. അതുകൊണ്ട് റിസ്ക്കാണ്, എന്നാലും ശ്രദ്ധിച്ച് പോവാം. അപ്പോഴൊന്നും വരികയില്ല എന്നൊരു വിശ്വാസത്തോടു കൂടി അങ്ങ് പോകാം നമുക്ക്. പാമ്പിൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ കരക്ക് കിടന്നത്. അപ്പോൾ നമ്മൾ വന്ന കണ്ട് പുള്ളി ചാടി മാറിയതാട്ടോ. എന്നാത്തിൻ്റെ കുഞ്ഞാണെന്ന് അറിയാൻ മേല. തല കണ്ട. സാധനം നല്ല രസമുണ്ട് കാണാൻ. എന്തോ വിഷമുള്ള പാമ്പാണ്. എന്താണ് ഈ കരക്ക് വഴി കയറി കിടക്കുമ്പോൾ പ്രശ്നം ഇതാണ്. നമ്മൾ നടന്ന് വന്ന വഴിയിൽ നിന്ന നമ്മൾ വന്ന ഒറ്റ കേട്ട് പുള്ളി ചാടി മാറിയതാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 1
അനങ്ങാതെ കിടക്കും കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് രാത്രി കാലങ്ങളിലെ മെയിൻ പ്രശ്നം. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കരക്കൊഴി കയറി നടക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് നടന്നില്ലല്ലേ പണി കിട്ടും. കാരണം ആ പാമ്പിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, ആ പാമ്പിൻ്റെ നിറം നമ്മൾ ഈ നടക്കുന്ന ഈ ചവറിൻ്റെ ഉണ്ടോ അതേ സെയിം നിറം തന്നെയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലുള്ള പണിയാണ്, നമ്മൾ കയറി ചവിട്ടും, അതൊരു കടിയും തരും, നമ്മളിവിടെ കിടന്ന് ചാകുകയും ചെയ്യും. രക്ഷിക്കാൻ പോലും ആരും വരികയില്ല. മഴ പെയ്ത് പെട്ടെന്നൊരു മഴയായിരുന്നു കേട്ടോ. അയ്യോ, എവിടെയെങ്കിലും ഒന്ന് കയറി ഇരിക്കട്ടെ. ആ മഴയൊക്കെ അങ്ങ് മാറി കേട്ടോ. പെട്ടെന്ന് വന്ന മഴ കാരണേ കുറച്ച് നനഞ്ഞ്, എങ്കിലും ഓടിയൊരു സ്ഥലത്ത് കയറി ഒളിച്ചിരുന്നാണ് രക്ഷപ്പെട്ട്. ഒരു നാടൻ വരാലി കമ്പിയിലുണ്ടേ, അങ്ങനെ ഓടിപ്പോവാൻ നോക്കിയതാണ്. അയ്യോ, നാടനല്ല കേട്ടോ. നാടനല്ല, അത് ചേറുമീൻ്റെ കുഞ്ഞ. നാടൻ വരാലെന്ന് പറഞ്ഞ് കുത്തിയതാ. അടിപൊളി ഒരു കാഴ്ച കാണിച്ചിട്ടാവേ. ദേ, ഇത് എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് പറയണം കേട്ടോ. കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ. രാത്രി മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇതുപോലുള്ള കുറേ കാഴ്ചകൾ കാണും. ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് പറിക്കാതിരിക്കുമെന്നൊന്ന് പറ. ആഹാ, ആഞ്ഞിലിച്ചൊക്കെയാണ്, പഴുത്ത് കിടക്കും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറിച്ചെടുക്കട്ടെ. നല്ല ഫ്രഷ് സാധനം ഇതുണ്ട, നല്ല പഴുത്ത ആഞ്ഞിലിച്ചക്ക. എൻ്റെ പൊന്നെ, എത്ര നാളായെന്നറിയാം ഇതൊക്കെ ഞാൻ നോക്കി നടക്കാമെന്ന് പറയാം. എല്ലാ വർഷവും ഉണ്ട്, പക്ഷേ ഈ വർഷം ആദ്യത്തെ കേട്ടോ. അപ്പോൾ ഇവനൊന്ന് കഴിച്ചു നോക്കാം നമുക്ക്. ആഹാ, ഓ, നല്ല പഴുത്ത അടിപൊളി സാധനം കേട്ടോ. അത് ഇത് കണ്ടോ, ആഹാ, കിടിലൻ സാധനം കേട്ടോ. ദേ, അതിൻ്റെ തൊലി പൊളിക്കണില്ല, തൊലി പൊളിച്ച് കഴിഞ്ഞാൽ മൊത്തം അടന്നു പോകും. അതുകൊണ്ട് കിടിലനാട്ടോ. എന്നെ മധുരന്. ആഹാ, കിടിലൻ സാധനം കേട്ടോ. അപ്പോൾ നമ്മുടെ രാത്രിയുള്ള കാഴ്ചകൾ ഇതൊക്കെ കേട്ടോ. മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇതുപോലെയൊക്കെ ഒരുപാട് സാധനം കിട്ടും. ചക്കയായിട്ടും ഇനി മാങ്ങ പഴുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇനി മാങ്ങ പറിച്ചു കഴിക്കാം. തീരെ സാധനം കേട്ടോ. ഇതാണ് കോമൺ കിങ് ഫിഷർ എന്ന് പറഞ്ഞ പൊന്മാൻ. സാധാരണ നമ്മൾ നോർമലി കാണുന്ന പൊന്മാനില്ലേ, സെയിം സാധനം തന്നെ കേട്ടോ. ചെറിയ പൊന്മാൻ നമ്മളെപ്പോഴും കാണുന്ന ആൾ തന്നെയാണ് കോമൺ കിങ് ഫിഷർ. മുഴുത്തൊരു മഞ്ഞക്കൂരി കിടപ്പുണ്ട്, കുത്തുകൊണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല മുഴുത്ത മഞ്ഞക്കൂരി. കരണ വച്ച കേട്ടോ. ഇതുണ്ടോ, നല്ല അടിപൊളി മഞ്ഞക്കൂരി കേട്ടോ. അപ്പോൾ ഇവനെടുത്ത് വളർത്തയിടാം നമുക്ക്. ഇതിൻ്റെ അകത്തെ ഒരു കരിമീൻ നിൽപ്പുണ്ട്, പക്ഷെ അത് കോരിയെടുക്കൽ പണിയാണ്. കാരണം വെച്ചാൽ എന്നാലേ ഇത് കണ്ട, ഇപ്പോൾ തന്നെ വലയിൽ കയറി ഒടക്കി. ഇല്ല, നിൽക്കണ്ട, കരിമീൻ നിൽക്കണ്ട. എങ്ങനെ കോരുമൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലേ. എന്നുവെച്ചാൽ നേരെ ആ കമ്പിൻ്റെ ഇടയിലാണ് നിൽക്കണത്. കരിമീൻ്റെ ഫ്രണ്ടിൽ വല വെച്ചിട്ടുണ്ട്, പക്ഷേ അത് കോരൽ പറ്റിയല്ല. എന്നു വെച്ചാൽ വേണ്ട, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കമ്പ് കണ്ട. അതുകൊണ്ട് ഒരു കളി നടക്കില്ല. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി അവൻ ഓടിപ്പോവും. ഒന്ന് ഓടി വലക്കാതെ കയറുവാണെങ്കിൽ ഓക്കെ, പക്ഷെ അവൻ ഒയ്യോണ്ട, അവൻ ഓടി അതിൻ്റെ അകത്തോട്ട് കയറിപ്പോയി. ഒന്ന് അരിച്ചു പെറുക്കി നോക്കട്ടെ. ഇതുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടി പുറത്തുനിന്ന് നിൽപ്പുണ്ട്. പക്ഷെ സെയിം പ്രോബ്ലം തന്നെ കേട്ടോ. ആ കുറ്റിയും കമ്പും കോലും. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പായൽ കൂടി വന്ന് വലയിൽ കയറിയിട്ടുണ്ട്. നല്ല മുഴുത്ത കരിമീനാണ്, പക്ഷെ അവനെ എന്ത് ചെയ്യുമെന്നാണ് ഓർക്കുന്നത്. കാരണം നമ്മൾ ഒരുങ്ങി പിടിച്ച് വരുമ്പം അവൻ്റെ പാട്ടിന് പോകും തോന്നുന്നു. കയറി 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 പുറകോട്ട് ഓടല്ലേ. വലക്കാത്ത തന്നെ കയറണേ. വലക്കാത്ത ആയിട്ടുണ്ട് കേട്ടോ, പക്ഷെ അതെങ്ങനെ പൊക്കും എന്നോ എനിക്കൊരു ഐഡിയ ഇല്ല. പുറകോട്ട് ഓടിയാൽ ആ പണി പാളി കേട്ടോ. ഒയ്യോ, ഇത് കണ്ടോ, വലക്കാത്ത കിടപ്പുണ്ടവൻ. ഇനി കുഴപ്പമില്ല. ദേ
ഇത് തന്നെ നിങ്ങൾ തന്നെ പറ, ഇത്രയും മുഴുത്ത കരിമീനെ എങ്ങനെ വിടുമെന്നാണ് പറയണം. അങ്ങനെ വിട്ടാൽ ശരിയാവോ അവനെ? കമ്പെങ്കിൽ കമ്പ് എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ശരി, അവൻ നമ്മൾ പൊക്കിയില്ലെങ്കിൽ ശരിയായില്ല. നമ്മൾ ആ കരക്ക് വഴി കയറി വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത കാരണം നേരെ തിരിച്ച് നമ്മൾ നമ്മുടെ തോട്ടോട്ട് തന്നെ ഇറങ്ങി കേട്ടോ. കരക്ക് കയറിയിട്ട് മൊത്തവും പാമ്പും പഴുതാരല്ലാതെ മീനുകളെയൊന്നും കണ്ടില്ല. അത് കാരണം രക്ഷപ്പെട്ടു. ഇവിടെ ആയത്തപ്പോൾ തന്നെ അടിപൊളി ഒരു മഞ്ഞക്കൂരി കിടപ്പുണ്ടേ. ആ കൊണ്ടിട്ടുണ്ട് കേട്ടോ, തലക്ക് തന്നെ കൊടുത്തേക്കണം അവൻ്റെ. കണ്ടത് അടുത്ത മഞ്ഞക്കുരി, നല്ല മുഴുത്ത മഞ്ഞക്കുരി കേട്ടോ എല്ലാം. അപ്പോൾ രണ്ടാമത്തെ മഞ്ഞക്കുരി കൊണ്ട് അടിച്ചിട്ടുണ്ട്. വീണ്ടും അവിടെ ചെറിയൊരു മഞ്ഞക്കുരി കിടപ്പുണ്ട്. ആദ്യത്തെ അത്രയും വലുതൊന്നും അല്ല, ചെറുതാണ്. ചെറുതെങ്കിൽ ചെറുത്. എന്താ വീണ്ടും മഞ്ഞക്കൂരി. ആദ്യം കിട്ടിയത് നല്ല മുഴുത്തായിരുന്നു. ഇത് അത്ര ചെറുതൊന്നും അല്ല കേട്ടോ, എന്നാലും ഇടത്തരം. ഒരു പുല്ലൻ നിൽക്കണ്ട. ദേ പോണു. ഇത് ഈ മടലിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. ദേ പുറത്ത് പോന്നെ. അയ്യോ, അവിടെ ഒരു കല്ലുണ്ടായിരുന്നു. കല്ലേട്ടും കൂടിയാണ് കൊണ്ടത്. മോനെ പോയെന്നറിയത്തില്ല. മോനെ പത്രം പോയിട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങളിവനെടുത്ത് വള്ളത്തിടാവേ. അപ്പോൾ അതെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടോട് പോവുകയാണ്. നല്ല വെളിച്ചമുണ്ട് കേട്ടോ, നല്ല നിലാവം വെളിച്ചമുണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ ഈ നിലാവം വെളിച്ചത്തിൽ പുഴയെ കൂടി ഇങ്ങനെ വള്ളം തുഴഞ്ഞു പോകാൻ. ആഹാ എന്നാ രസമാണ്. ഇതുണ്ടതേ, ആഹാ നിലാവ് ഉദിച്ചിരിക്കണ്ട. പൂർണ്ണചന്ദ്രനായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഇങ്ങനെ ആരുമില്ലാതെ പുഴയുടെ നടുക്കുഴി നല്ല നിലാവം വെളിച്ചത്തിൽ വള്ളം തുഴഞ്ഞു പോകാൻ എന്നാ രസമാണ്. ആഹാ, അപ്പോൾ നേരെ ഇനി വീട്ടോട്ട്. ആഹാ അടിപൊളി സീൻ. ഇരിക്കണ്ടേ കുളക്കോഴിയും കുഞ്ഞും ഫാമിലി ടൈം. ഇത് നമ്മൾ ആദ്യം കണ്ടില്ലേ, ആദ്യം കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചില്ലായിരുന്നു. കുളക്കോഴി കുഞ്ഞിനായിട്ടിരിക്കുന്ന കുഞ്ഞിനായിട്ടിരിക്കുന്ന വീഡിയോ കാണിച്ചില്ലായിരുന്നു. ആ സെയിം സാധനം തന്നെ കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ട. അങ്ങനത്തെ നമുക്ക് ഇന്ന് കിട്ടിയതാണ് കേട്ടോ ഈ കാണുന്നത്. 2-3 മഞ്ഞക്കൂരിയും കുറുവയും പുല്ലനും കരിമീനൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ നമ്മൾ പരിപാടി നിർത്തുവാണേ. ആഹാ സന്തോഷമായി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇപ്പം മീൻ കുറച്ച് കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 1-2 ദിവസം കൊണ്ട് ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ മീൻ പിടിക്കുന്നത് കാണിക്കാമായിരുന്നു. പക്ഷേ മീനിപ്പോൾ അല്പം കുറവായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ 1-2 ദിവസം കൊണ്ട് വീഡിയോ കാണിക്കുന്നത്. പിന്നെ എന്താ പറയണ്ട, നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരുപാട് നൈറ്റ് ഫിഷിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ട്രാവലിംഗ് ഫോറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം.